CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ പാൻ നമ്പർ കൈകാര്യം ചെയ്ത് തങ്ങൾക്ക് പറ്റിയ പിഴവാണെന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്ക് അധികൃതർ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ മറുപടി കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. കത്തിന്റെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, വലിയ കോലാഹലങ്ങളായിരുന്നു CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 1 കോടി രൂപയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ അന്ന് തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പറ്റിയ പിഴവാണ്, പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് ആദായ നികുതി വകുപ്പ് 1 കോടി രൂപയും അതോടൊപ്പം തന്നെ അക്കൗണ്ട് മരവിപ്പിക്കുവാനും ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത്. ഇത് സംബന്ധിച്ചിപ്പോൾ ബാങ്ക് തന്നെ പിഴവ് സംബന്ധിച്ചുകൊണ്ട് പാർട്ടിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. എന്താണ് കത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ, തിയോഫിൻ? സിജു, ഈ പാൻ നമ്പർ രേഖപ്പെടുത്തിയതിലുണ്ടായിരുന്ന പിഴവ്, ഈ പിഴവാണ് അല്ലെങ്കിൽ ഈ പാൻ നമ്പറിലുണ്ടായിരുന്ന വ്യത്യാസത്തിന്റെ പേരിലാണ് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചത്. അതായത് ഈ അക്കൗണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് ഈ പാൻ നമ്പറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോഴാണ് ജില്ലാ കമ്മിറ്റി ഇത് പരിശോധിക്കുകയും ഈ നമ്പർ രേഖപ്പെടുത്തിയതിൽ 4ാമത്തെ അക്ഷരമായ T എന്ന അക്ഷരം രേഖപ്പെടുത്തുന്നതിന് പകരം J എന്ന അക്ഷരമാണ് ബാങ്ക് രേഖപ്പെടുത്തിയത്. ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് ബാങ്കിന്റെ മറുപടി കത്ത് ലഭിച്ചിരുന്നു. ഏപ്രിൽ 11-ാം തീയതിയാണ് ഈ സംശയം, അതായത് പാൻ നമ്പറിലുള്ള വ്യത്യാസം കണ്ടതിനെ തുടർന്ന് ജില്ലാ സെക്രട്ടറി ബാങ്ക് ചെയർമാൻ കത്തയച്ചത്. ഇതിന് മറുപടിയായി ഏപ്രിൽ 18-ന് ബാങ്ക് കത്ത് നൽകുകയും ചെയ്തു. ഈ മറുപടി കത്തിലാണ് ഇത് തങ്ങൾക്ക് സംഭവിച്ച ടൈപ്പോഗ്രാഫിക്കൽ എററാണ് എന്ന് വ്യക്തമാക്കുന്നത്. അതായത് പാൻ നമ്പർ കമ്പ്യൂട്ടറിൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട KYCയിൽ ടൈപ്പ് ചെയ്ത് കയറ്റുമ്പോൾ ഉണ്ടായ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അതായത് ആ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് കയറ്റിയപ്പോഴുണ്ടായ ടൈപ്പോഗ്രാഫിക്കൽ എറർ എന്നാണ് ബാങ്ക് കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് കത്തിൽ ബാങ്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരം കഴിഞ്ഞ ദിവസം തന്നെ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കത്തിന്റെ പകർപ്പ് കൈരളിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ബാങ്ക് പറയുന്ന കാര്യം കുറച്ചുകൂടി വ്യക്തവുമാണ്. ബാങ്ക് ശാഖയിൽ സംഭവിച്ചൊരു മിസ്റ്റേക്കാണ്, ആ എററിന്റെ പേരിലാണ്, അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജില്ലാ കമ്മിറ്റിയെ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ആദായ നികുതി വകുപ്പ് ഉന്നയിച്ച ആരോപണം. ആദായ നികുതി വകുപ്പ് ഈ 1 കോടി രൂപ പിൻവലിച്ചതിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു. പിന്നീട് ഈ 1 കോടി രൂപ തിരികെ ബാങ്കിൽ എത്തിച്ചു. കാരണം ഈ പൈസ ചിലവാക്കരുത് എന്ന വാക്കാൽ നിർദ്ദേശം നൽകിയിരുന്നു ആദായ നികുതി വകുപ്പ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു ആവശ്യങ്ങൾക്കും ഈ പണം ഉപയോഗിക്കാതെ ഇത് വളരെ റിസ്ക് എടുത്ത് ഓഫീസിൽ സൂക്ഷിക്കുകയും പിന്നീട് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ബാങ്കിൽ എത്തിച്ചത്. പക്ഷേ വാർത്തകൾ വന്നത് മറിച്ചായിരുന്നു. പിൻവലിച്ച പണം തിരിച്ചടയ്ക്കാനായി ജില്ലാ സെക്രട്ടറിയും ഈ അക്കൗണ്ട് ഏപ്രിൽ 18-ാം തീയതിയാണല്ലോ ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്തരത്തിൽ കത്ത് നൽകുകയും ചെയ്തത്. ഇപ്പോൾ 2 കാര്യങ്ങൾ ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുണ്ടാണ്. ഒന്ന്, ആദായ നികുതി വകുപ്പിന് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അക്കൗണ്ട് പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ. ഇപ്പോൾ പാർട്ടിയുടെ അക്കൗണ്ട് പ്രവർത്തന സജ്ജമാണോ? ഈ അക്കൗണ്ട് അക്കൗണ്ട് പ്രവർത്തന സജ്ജമാക്കിയിട്ടില്ല. കാരണം ഈ മരവിപ്പിക്കൽ നടപടി പോലെ അത്ര എളുപ്പമല്ല തിരികെ പ്രവർത്തന സജ്ജമാക്കുന്നത്. അതിന് ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഈ ബാങ്ക്, അതായത് പണം തിരികെ വാങ്ങി വെക്കുകയാണ് ബാങ്ക് ചെയ്തത്. അതായത് ഈ ബാങ്ക് അല്ല, ക്ഷമിക്കണം, ആദായ നികുതി വകുപ്പ് ചെയ്തത്. ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും കൂടി ഈ പണം തിരികെ എത്തിച്ചത്. കാരണം ആദായ നികുതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ക്യാമ്പ് ഓഫീസ് കൂടിയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച്. അപ്പോൾ ആ ക്യാമ്പ് ഓഫീസിലേക്ക് പണം എത്തിക്കുകയാണ് ചെയ്തത്. ഈ പണം ആദായ നികുതി വകുപ്പ് ഇത് കൈപ്പറ്റുകയും, കാരണം അവർക്കിനി ഒരു സ്ഥിരീകരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ പണം ചെലവാക്കിയിട്ട് പകരം വേറെ പണം കൊണ്ടുവന്നോ എന്നത് കൂടി സ്ഥിരീകരിക്കാനുണ്ട്. അത് ആ പരിശോധന ബാക്കിയുണ്ട്. അതിനു മുൻപായി പണം വാങ്ങി ഈ ബാങ്കിൽ തന്നെ ആദായ നികുതി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റൊരു അക്കൗണ്ടിലേക്ക് ഈ പണം നിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് കൈവശം സൂക്ഷിക്കുന്നത്, ഇത്രയും വലിയ തുക കൈവശം സൂക്ഷിക്കുന്നതിനുള്ള ഒരു റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ വാർത്തകൾ വന്നത് മറിച്ചായിരുന്നു. തിരിച്ചടയ്ക്കാൻ കൊണ്ടുചെന്ന പണം ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു, അത് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു എന്നായിരുന്നു വാർത്തകൾ. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം പാർട്ടി തന്നെ ഇക്കാര്യത്തിൽ നിലപാട് അറിയിച്ചത് 30 വർഷമായി ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇതേ അക്കൗണ്ട് തന്നെയാണുള്ളത്. പിന്നെ ഈ പാൻ നമ്പറിൽ ഈ പിഴവ് പറ്റി എന്നുള്ളത് ബാങ്ക് തന്നെ സമ്മതിക്കുന്ന സാഹചര്യത്തിലും എവിടെയൊക്കെ ചില ദുരൂഹതകൾ വായിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ലക്ഷ്യത്തോടു കൂടി മാധ്യമങ്ങളടക്കം വലിയ തരത്തിലുള്ള പ്രചാരവേലകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ വളരെ കൃത്യമാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ ഇങ്ങനെ ബാങ്കിന് പിഴവ് പറ്റിയെന്നുള്ള തരത്തിൽ വാർത്തകൾ കൊടുത്തില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായും സിജു, ഇക്കാര്യം ജില്ലാ സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം, അതായത് 1-ാം തീയതി
മാധ്യമങ്ങളെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞതാണ്. പക്ഷേ അത് വ്യക്തമാക്കുന്ന, അതായത് പാർട്ടി കൃത്യമായി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടും ആ നിലപാട് വ്യക്തമാക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ പലരും വാർത്ത കൊടുത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ആദായനീതി വകുപ്പും കേന്ദ്ര ഏജൻസികളും ഉൾപ്പെടെ CPIയും ജില്ലാ കമ്മിറ്റിയെയും പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് പല മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടായത്. ഇനി ഈ മരവിപ്പിക്കൽ മാറ്റുന്നതിന് വേറെ ചില നടപടിക്രമങ്ങൾ കൂടി ബാക്കിയുണ്ട്. കാരണം ഇതിനകത്ത് പറയുന്ന ഒരു വിഷയം, ഒന്ന് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു നടപടിയായിരുന്നു ഇത്. അപ്പോൾ അത് പരമാവധി നീട്ടിക്കൊണ്ടുപോവുക എന്ന ഉദ്ദേശം ഇതിന് പിന്നിൽ ഇപ്പോഴും കേന്ദ്ര ഏജൻസികൾക്കും ആദായനീതി വകുപ്പിനുമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ ഇത് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇത് തന്നെയുമല്ല, മറ്റൊരു കാരണം പറയുന്നത് ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വേറൊരു കാര്യം കൂടിയുണ്ട് ഇതിനകത്ത് സിജു. ഈ പാൻ നമ്പർ എന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റികൾക്കും ജില്ലാ കമ്മിറ്റിക്കും ദേശീയ, അതായത് പാർട്ടിക്ക് മൊത്തമായി, അതായത് ഇന്ത്യയിൽ ആകെ ഒറ്റ പാൻ നമ്പറാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ അക്കൗണ്ടുകൾക്കും ഈ പാൻ നമ്പറാണ് ലിങ്ക് ചെയ്യുന്നത്. അതിൽ പിഴവ് സംഭവിച്ചപ്പോൾ അതായത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് കേന്ദ്ര ഏജൻസി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് നൽകുമ്പോൾ അതിൽ ഉൾപ്പെട്ടിരുന്നില്ല. അപ്പോൾ ആരോപണമുണ്ടായത് തൃശൂർ ജില്ലാ കമ്മിറ്റി വ്യക്തമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കണക്ക് നൽകിയില്ല എന്നതായിരുന്നു. പക്ഷേ കണക്കെല്ലാം നൽകിയിരുന്നു. ഈ പാൻ നമ്പറിലുണ്ടായ വ്യത്യാസം മൂലം ദേശീയ നേതൃത്വം നൽകിയ കണക്കിൽ ഇത് ഉൾപ്പെടാതെ പോയതാണ്. ചില സംസ്ഥാനങ്ങളുടേത് ഉൾപ്പെടാതെ പോയി. ആ കൂട്ടത്തിൽ കേരളത്തിലെയും പെട്ടിരുന്നു. പക്ഷെ കേരളമാണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്നതുകൊണ്ട് കേരളത്തിലെ അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമങ്ങളും കേരളത്തെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമം. പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ സിജു, തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരാണ് അവരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യമായത്. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയെ പ്രതിക്കൂട്ടിലാക്കുക, തൃശ്ശൂരിൽ പരമാവധി ആരോപണങ്ങൾ ഉന്നയിക്കുക, പ്രത്യേകിച്ച് തൃശ്ശൂരിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക പാർട്ടിക്കെതിരെ. അത്തരം ഒരു നിലപാടിന്റെ ഭാഗമായാണ് അത് തന്നെയാണ് തിയോഫിൻ. കാരണം ഇത്തരത്തിൽ ED അടക്കം തൃശ്ശൂർ ജില്ലയിലെ വിവിധ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ED അന്വേഷണം അടക്കം, പാർട്ടിക്കെതിരെ പാർട്ടിയുടെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം, അതോടൊപ്പം തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം വലിയ തരത്തിൽ ED അന്വേഷണവുമായി ബന്ധപ്പെട്ട രീതിയിൽ വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുന്ന ആ സാഹചര്യത്തിലേക്ക് വരുന്നു. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പറ്റിയ പിഴവിനെ കൂടി സംശയത്തിൻ്റെ നിഴലിൽ തന്നെ നോക്കേണ്ടി വരുന്നുണ്ട്. ഏതായാലും വിവരങ്ങളാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തിയോഫിൻ നൽകിയത്. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിക്കാൻ ഇടയാക്കിയത് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പറ്റിയ പിഴവാണ്, പാൻ നമ്പർ രേഖപ്പെടുത്തുന്നതിന് പറ്റിയ പിഴവാണെന്ന് സമ്മതിച്ച് ബാങ്ക് തന്നെ ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് തൃശ്ശൂരിൽ നിന്നും തിയോഫിൻ നൽകിയത്.